നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ ഹംപി പ്രയാണം തുടരുന്നു. ഹംപി ഹിസ്റ്ററി ഓഫ് എ ഡിസ്ട്രോയിഡ് ഡൈനാസ്റ്റി ഒന്നും രണ്ടും ഭാഗങ്ങൾ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക എന്ന് അഭ്യർത്ഥിക്കുന്നു. വിജയനഗരത്തിൻ്റെ വടക്കുകിഴക്ക് ദിശയിൽ തളരിഘട്ട ഗേറ്റ് വഴി വിജയവിത്തല ക്ഷേത്രത്തിലേക്ക്. തളരിഘട്ട എന്നാൽ ടോൾ ബൂത്ത് എന്നർത്ഥം. മുകളിലത്തെ നിലയിൽ വാച്ച് ടവർ. ഈ മെയിൻ റോഡിൽ നിന്നും ഇടത്തേക്ക് വിജയവിത്തല ക്ഷേത്രം. 100 മീറ്റർ പോകുമ്പോൾ ഉള്ള കൗണ്ടറിൽ 20 രൂപ ടിക്കറ്റ് എടുത്താൽ ബാറ്ററി കാറിൽ ക്ഷേത്രത്തിലേക്ക് പോകാനും വരാനും ഉള്ള സൗകര്യമുണ്ട്. ഇന്ന് ലോക യോഗാ ദിനമായതിനാൽ പ്രവേശന പാസ് എല്ലായിടത്തും സൗജന്യമാണ്. ഇവിടെ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം വിജയവിത്തല ക്ഷേത്രത്തിലേക്ക്. പോകുന്ന വഴിയിൽ 1-2 കാഴ്ചകൾ കൂടി കാണാനുള്ളതിനാൽ ഞാൻ ബാറ്ററി കാറിന് ടിക്കറ്റ് എടുത്തില്ല. ഗജ്ജല മണ്ഡപം. മനോഹരമായ കൊത്തുപണികളാൽ അലങ്കരിക്കപ്പെട്ട ഈ മണ്ഡപത്തിൽ വിജയനഗര രാജവംശത്തിൻ്റെ ഭരണകാലത്ത് മതപരമായ ചടങ്ങുകൾ നടത്തിയിരുന്നതായി പറയപ്പെടുന്നു. അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഈ മണ്ഡപത്തെ പറ്റിയുള്ള ചരിത്രരേഖകളൊന്നും ലഭ്യമല്ലെങ്കിലും വിജയവിത്തല ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് നൃത്ത സംഗീതോത്സവങ്ങൾ നടത്തിയിരുന്നതായി പറയുന്നു. വെറും 5 യാത്രക്കാരുമായി ഒരു ബാറ്ററി കാർ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. വിജയവിത്തല ക്ഷേത്രത്തിലേക്ക് ഇവിടെ നിന്ന് 800 മീറ്റർ ദൂരം. ഒരു ബാറ്ററി കാറിന് എന്തോ കുഴപ്പം പറ്റിയിരിക്കുന്നു. മറ്റൊരു ബാറ്ററി കാറുമായി വന്ന് അത് നന്നാക്കുന്നു. മുൻപിൽ ഇടതുവശത്തെ സ്പ്രിംഗ് പ്ലേറ്റ് പൊട്ടിയതാണ്. അധികം ചൂടില്ലാത്ത വെയിലിൽ ഒരു നടത്തം. ദൂരെ ക്ഷേത്രഭാഗങ്ങൾ കാണാം. കുടിരേ ഗോംബെ മണ്ഡപത്തിലേക്ക് നമ്മൾ നടന്നു വന്ന വഴിയുടെ പേര് ചാരിയറ്റ് റോഡ്. ഒരു കാലത്ത് രഥങ്ങൾ ഓടിയ വഴിയായതിനാൽ ആയിരിക്കാം. നിർമ്മിച്ച കാലത്ത് ഈ മണ്ഡപത്തിൽ ഒരു പ്രതിഷ്ഠ വെച്ച് ആരാധിച്ചിരുന്നു എന്നറിയുന്നു. കുതിരപ്പുറത്ത് ഒരാളിരുന്ന് കുതിരയെ ഓടിക്കുന്ന വിധത്തിലുള്ള കൊത്തുപണികളാണ് ഈ മണ്ഡപത്തിൻ്റെ മുൻപിലെ 4 തൂണുകളിൽ. സാധാരണ എല്ലാ മണ്ഡപങ്ങളിലും ആനയുടെയോ സിംഹത്തിൻ്റെയോ പ്രതിമകൾ കാണാം. ഇവിടെ മാത്രം കുതിരയുടെ രൂപമാണ്. പതിനഞ്ചാം നൂറ്റാണ്ടിൽ AD 1422 1446 മധ്യേ വിജയനഗര രാജാവായ ദേവരായ രണ്ടാമൻ്റെ കാലത്ത് നിർമ്മിച്ചത്. പല ഭാഗങ്ങളും വിസ്തൃതി കൂട്ടിയും പുനർനിർമ്മിച്ചും ഇന്ന് കാണുന്ന വിധത്തിൽ വിപുലീകരിച്ചത് കൃഷ്ണദേവരായരാണ്. 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ നിർമ്മിച്ച കുളം പുഷ്കരണി എന്ന സംസ്കൃത നാമത്തിൽ അറിയപ്പെടുന്നു. വിജയവിത്തല ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് ഉപയോഗിച്ചത്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആറാട്ടിന് ഉപയോഗിച്ചിരുന്ന കുളം. കുളത്തിലേക്ക് പോകുന്ന വഴിയിൽ വിശാലമായ കൽമണ്ഡപവും കുളത്തിന് നടുക്ക് ചെറിയ കൽമണ്ഡപവും 4 വശവും വലിയ കൽപ്പാളികൾ പാകി പടികൾ ഉണ്ടാക്കിയ കുളം. വ്യക്തമായ രൂപരേഖയോടെ 500 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചത്. നടന്നു വിജയവിത്തല ക്ഷേത്രത്തിന് മുമ്പിലെത്തി. ഹംപി നഗരത്തിൻ്റെ വടക്കുകിഴക്ക് ഭാഗത്ത് തുംഗഭദ്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. ഹംപിയിലെ നിർമ്മിതികളിൽ ഏറ്റവും മഹത്തായ നിർമ്മാണമാണ് ഈ ക്ഷേത്രത്തിലെന്ന് പറയപ്പെടുന്നു. വലിയ കല്ലുകൾ മുറിച്ചെടുത്ത് അടുക്കിയുണ്ടാക്കിയ ഉയരമുള്ള ചുറ്റുമതിലുകൾ ദൂരെ നിന്നേ കാണാം. ഇത് മഹാമണ്ഡപം. മഹാമണ്ഡപത്തിലേക്ക് പ്രവേശിക്കുന്ന പടികളുടെ 2 വശത്തും മനോഹരമായ 2 ആനയുടെ രൂപങ്ങൾ കൊത്തിവെച്ചിരുന്നത് ഉടച്ചു കളഞ്ഞിരിക്കുന്നു. 10 അടിയോളം ഉയരമുള്ള 40 തൂണുകളാണ് ഈ മണ്ഡപത്തെ താങ്ങി നിർത്തുന്നത്. നരസിംഹം, വ്യാളി എന്നീ സങ്കീർണമായ കൊത്തുപണികളുള്ള 16 തൂണുകൾ ഈ മണ്ഡപത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു.
ഈ കാണുന്നത് നൂതനമായ കൊത്തുപണികളിലൂടെ നിർമ്മിക്കപ്പെട്ട ഒരു കൽരഥമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന ആകർഷണം. നിങ്ങളെല്ലാവരും ഈ കൽരഥം മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ഇന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന 50 രൂപ നോട്ടിൻ്റെ പുറകുവശത്ത് ഈ കൽരഥത്തിൻ്റെ ചിത്രം കാണാൻ സാധിക്കും. ക്ഷേത്രത്തിൻ്റെ നടുമുറ്റത്താണ് ഈ രഥം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ 3 രഥങ്ങളിൽ ഒന്ന്. മറ്റ് 2 രഥങ്ങളിൽ ഒന്ന് ഒറീസയിലെ കൊണാർക്കിലും മറ്റൊന്ന് തമിഴ്നാട്ടിലെ മഹാബലിപുരത്തും. സൂക്ഷിച്ചു നോക്കിയാൽ രഥത്തിനുള്ളിൽ ഒരു ഗരുഡ രൂപം ശ്രീകോവിലിന് നേരെയുള്ള ദിശയിൽ കാണാം. മഹാവിഷ്ണുവിൻ്റെ വാഹനമാണ് ഗരുഡൻ. ഈ രഥത്തിൻ്റെ ചക്രങ്ങൾ മുമ്പ് സന്ദർശകർക്ക് കറക്കി നോക്കാൻ സാധിക്കുമായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രഥത്തിൻ്റെ ചക്രങ്ങൾ സിമൻറ്റ് വെച്ച് ഉറപ്പിച്ചു. ഉപയോഗത്തിലൂടെ കൂടുതൽ നാശം സംഭവിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് 56 തൂണുകളുള്ള ഈ രംഗമണ്ഡപം. ഇവിടെ 7 ചെറിയ കൽത്തൂണുകൾ, ഓരോ കൽത്തൂണിലും ഒരു സത്വസ്വരം കേൾക്കാമെന്ന് പറയുന്നു. മണ്ഡപം ബലപ്പെടുത്തുന്ന ജോലികൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തുന്നതിനാൽ സന്ദർശകർക്ക് പ്രവേശനമില്ല. സത്വസ്വരം ആസ്വദിക്കാനും സാധിച്ചില്ല. ബ്രിട്ടീഷുകാർ ഇവിടെ സന്ദർശിച്ചപ്പോൾ അത്ഭുതപ്പെട്ട് തൂണുകളുടെ രഹസ്യം അറിയാൻ 2 തൂണുകൾ മുറിച്ചു നോക്കി നിരാശരായി എന്നും അറിയുന്നു. ഈ തൂണുകൾ ഇന്നും ഇവിടെ പ്രത്യേകം സൂക്ഷിച്ചിരിക്കുന്നു. ശ്രീകോവിലിന് മുമ്പിലുള്ള മണ്ഡപത്തിലേക്ക് എത്ര വലിയ കല്ലുകളാണ് തറയിലും ചുവരിലുമായി ഉറപ്പിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, അകത്തേക്കുള്ള പ്രവേശനവാതിലിൻ്റെ ഇടതുവശത്തുള്ള ചുവരിൽ കല്ലിൽ കൊത്തി എന്തോ എഴുതിയിരിക്കുന്നു. ക്ഷേത്രചരിത്രവുമായി ബന്ധപ്പെട്ട വാർത്തകളായിരിക്കും. ഭാഷ അറിയാത്തത് വലിയ പ്രശ്നമാണ്. ഈ പ്രവേശന കവാടത്തിൻ്റെ ഭംഗി കണ്ടോ, പറയാതിരിക്കാൻ വയ്യ. തറയിൽ വലിയ കൽപ്പാളികൾ പാകിയിരിക്കുന്നു. ഓരോ തൂണുകളുടെയും വലിപ്പം ശ്രദ്ധിച്ചോ. ഇതെല്ലാം നിർമ്മിച്ച ശില്പികൾ ആരെന്ന് ഒരിടത്തും അടയാളപ്പെടുത്തിയിട്ടില്ല. നേരെ കാണുന്നതാണ് ഇവിടുത്തെ ശ്രീകോവിൽ. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇതും കൊള്ളയടിക്കപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്ന്. കല്ലിൽ കൊത്തിയതോ പഞ്ചലോകത്തിൽ നിർമ്മിച്ചതോ ആയ മഹാവിഷ്ണുവിൻ്റെ വിത്തളപ്രതിഷ്ഠ ഇരുന്ന സ്ഥലം. ഇന്ന് ഏതെങ്കിലും കാഴ്ച ബംഗ്ലാവിലെ ഒരു സാധാരണ പ്രദർശനോത്സവം ആയിരിക്കും. ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിന്നും ഇടത്തേക്കൊരു വാതിൽ. ബലക്ഷയം മൂലം പുനർനിർമ്മിച്ച കൽത്തൂണുകൾ. ഇത് ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നതിനുള്ള വഴിയാണ്. മുകളിൽ എവിടെ നിന്നോ അല്പം പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട്. ചുറ്റി നടന്ന് വീണ്ടും പുറപ്പെട്ട സ്ഥലത്തെത്തുമെന്ന് തോന്നുന്നു. നാൽപ്പത്താറ് തൂണുകളുള്ള മറ്റൊരു കൽമണ്ഡപം. മുമ്പിലുള്ള ഈ തൂണ് ശ്രദ്ധിച്ചോ. മേൽക്കൂര താങ്ങി നിർത്താൻ ഈ അടുത്ത കാലത്ത് നിർമ്മിച്ചതുപോലെ തോന്നുന്നു. മേൽക്കൂരയും നല്ല കനമുള്ള കൽപ്പാളികൾ കൊണ്ടുണ്ടാക്കിയതാണ്. വർഷങ്ങൾ പഴക്കമുള്ള നിർമ്മാണങ്ങൾ നശിപ്പിക്കാനും കൊള്ളയടിക്കാനും ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടം കൊള്ളക്കാർ. ചെയ്യാവുന്ന എല്ലാ നാശവും ചെയ്തിട്ടും ഇന്നും ഇതെല്ലാം നിലനിൽക്കുന്നത് ഇതുണ്ടാക്കിയ ശില്പികളുടെ ആത്മസമർപ്പണം ഒന്നുകൊണ്ട് മാത്രം.
നമ്മളിപ്പോൾ കണ്ട മണ്ഡപത്തിൻ്റെ പുറകുവശം ചരിച്ച് കല്ല് കെട്ടി വച്ചിരിക്കുന്നത് കണ്ടോ? മണ്ഡപത്തിനെ ബലപ്പെടുത്താൻ ചെയ്തതാണ്. ചുറ്റുമതിലിനോട് ചേർന്ന് അനവധി കൽമണ്ഡപങ്ങൾ. ഇത് മറ്റൊരു ഉപദൈവക്ഷേത്രമായിരുന്നു. മഹാവിഷ്ണുവിൻ്റെ 12 തീവ്ര ഭക്തരിൽ ഒരാളായ ആൾവാറിൻ്റെ പ്രതിഷ്ഠയായിരുന്നു ഇവിടെ എന്നറിയുന്നു. അതിവിശാലമായ തറയിൽ വലിയ കല്ലുകൾ പാകിയ ക്ഷേത്രാങ്കണം. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊരു നിർമ്മാണത്തെപ്പറ്റി സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ വടക്ക് ദിശയിലുള്ള ക്ഷേത്രാങ്കണത്തിൽ. വടക്ക് ഗോപുരം ശിഥിലമാക്കപ്പെട്ട വിധത്തിൽ കാണാം. ഈ കാണുന്ന ക്ഷേത്രത്തിൽ ആദിനാരായണ പ്രതിഷ്ഠ ഉണ്ടായിരുന്നതായി ഒരു ഗൈഡ് പറഞ്ഞറിഞ്ഞു. ആദിനാരായണ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് മുമ്പിലുള്ള കൽമണ്ഡപം. ശില്പവേലയ്ക്കും ഒരു കണക്കും വാസ്തുവും ഉണ്ടെന്ന് തോന്നുന്നു. ഓരോ തൂണുകളിലെയും ശില്പവേലകളും മുകളിലത്തെ കല്ലുകളുടെ സ്ഥാനവും പാകപ്പെടുത്തലും കാണുമ്പോൾ ഇതെല്ലാം നശിപ്പിച്ചവരെ എന്താ പറയുക? പൂർണ്ണ രൂപത്തിലുള്ള ഒരു ശില്പം പോലുമില്ല. എല്ലാം കല്ലിൽ കൊത്തി ഉണ്ടാക്കിയതിനാൽ എളുപ്പം നശിപ്പിക്കാൻ സാധിച്ചു. ഒരു മണ്ഡപത്തിൻ്റെ മേൽക്കൂര അകത്തു നിന്നും കാണുമ്പോൾ ത്രികോണാകൃതിയിൽ മനോഹരമായ കൊത്തുപണികൾ, മധ്യത്തിൽ കൊത്തുപണികളോട് കൂടിയ താഴികക്കുടം. വിജയവിത്തല ക്ഷേത്രത്തിൻ്റെ തെക്ക് ഗോപുരത്തിലെ കവാടത്തിലൂടെ പുറത്തേക്ക് ഈ ഗോപുരവും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ കണ്ട വിജയവിത്തല ക്ഷേത്രം പ്രധാന പ്രതിഷ്ഠ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രം ഭാഗികമായി നശിപ്പിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന് മുൻപിലുള്ള മണ്ഡപത്തിൻ്റെ മധ്യ പടിഞ്ഞാറ് ഭാഗം മുഗളന്മാരുടെ ആക്രമണത്തിൽ AD 1565 തകർന്നിരുന്നു. പ്രശസ്തമായ സ്റ്റോൺ ചാരിയറ്റിൻ്റെയും രംഗമണ്ഡപത്തിലെ സപ്തസ്വര തൂണുകളുടെ അടുത്തേക്കും സഞ്ചാരികൾക്ക് പ്രവേശനമില്ല. ക്ഷേത്രത്തിലേക്കുള്ള വഴികൾ പോലും നാശത്തിൻ്റെ വക്കിൽ. എന്നാലും രാത്രികാലങ്ങളിൽ ഇലൂമിനേറ്റഡ് ലൈറ്റ് ഉള്ളതിനാൽ ക്ഷേത്രത്തിൻ്റെ പുറം കാഴ്ച നന്നായിരിക്കുമെന്ന് പറയപ്പെടുന്നു. പുരന്ദരദാസ ഉത്സവം എന്ന സംഗീതോത്സവമാണ് ഇവിടുത്തെ ഒരേ ഒരു ആഘോഷം. പോകുന്ന വഴിയിൽ 1-2 കാഴ്ചകൾ കൂടി കണ്ട് മാതംഗമലയിലേക്ക്. വിജയവിത്തല ക്ഷേത്രത്തിൽ നിന്നും പോകുന്ന വഴിയിൽ ഞാൻ കയറിയത് വെങ്കടാപുര എന്ന സ്ഥലത്ത് ശ്രീരാമക്ഷേത്രമായ ശ്രീ മല്യവന്ത രഘുനാഥ ക്ഷേത്രത്തിലേക്കാണ്. സീതാദേവിയെ മോചിപ്പിക്കാൻ ലങ്കയിലേക്ക് പോകുന്ന വഴി ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ഹനുമാനും വാനരസേനയും ഇവിടെ തങ്ങിയിരുന്നു എന്ന ഐതിഹ്യം. ഒരു വലിയ പാറയിൽ വരച്ച വിധത്തിലാണ് രാമലക്ഷ്മണന്മാർ. സീതാദേവി അടുത്ത് നിൽക്കുന്ന വിധത്തിലും ഹനുമാൻ മുട്ടുകുത്തിയിരിക്കുന്ന വിധത്തിലും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വൈദ്യുതി ഇല്ലാത്തതിനാൽ ക്ഷേത്രത്തിലെ അകത്തെ കാഴ്ചകളൊന്നും കാണാൻ സാധിച്ചില്ല. ഒരു കുടം വെള്ളം തോളിൽ ചുമന്നൊരു കാവി വസ്ത്രധാരി മല കയറുന്നത് കണ്ടോ? മുകളിൽ കാണുന്ന ക്ഷേത്രത്തിലേക്കാണ്. പോയി നോക്കാം. പാറയുടെ അടിയിലുള്ള ഒരു ഗുഹാക്ഷേത്രത്തിലേക്കാണ്. കുനിഞ്ഞ് മുട്ടിലെഴിഞ്ഞാലേ അകത്ത് കയറാൻ സാധിക്കൂ. അകത്ത് ശിവലിംഗ പ്രതിഷ്ഠയാണ്. തൊഴുതിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഒരു നന്ദി എന്നെ നോക്കിയിരിക്കുന്നു. ഇവിടെ വരുന്ന വിശ്വാസികളുടെ ദക്ഷിണ മാത്രമാണ് പൂജാരിയുടെ വരുമാനം എന്ന് പറഞ്ഞു. ഇവിടെയും പ്രതിഷ്ഠകളില്ലാത്ത ശ്രീകോവിലുകളുണ്ട്. ഈ ശ്രീകോവിലിൽ ദുർഗാദേവി പ്രതിഷ്ഠ എന്നറിയുന്നു. ഒരു പൂജാരി അകത്തുണ്ട്. കത്തിച്ചു വെച്ച നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ പൂജ നടക്കുന്നു. ഈ നൂറ്റാണ്ടിലും വൈദ്യുതി ഇല്ലാത്ത ഗ്രാമങ്ങൾ.
6 മണിയാകുമ്പോൾ ക്ഷേത്രം അടയ്ക്കും. ഇവിടെ ഒരു ഹനുമാൻ ക്ഷേത്രം എന്നാണ് അറിഞ്ഞത്. പൂജകൾ നടക്കുന്ന ക്ഷേത്രമാണ്. ഒരു വലിയ കല്ലിൽ ഹനുമാൻ്റെ രൂപം കൊത്തിയിരിക്കുന്നു. വലിയ പാറകൾക്കിടയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 8 വശങ്ങളുള്ള ഒരു കുളിപ്പുര എന്ന് പറയാം. ചുറ്റും വരാന്തയും മേൽക്കൂരയുമുള്ള മണ്ഡപം. തളിക്കോട്ട യുദ്ധപരാജയത്തിന് മുമ്പ് ഈ ഭാഗത്ത് ധാരാളം കൊട്ടാര ജീവനക്കാരുടെ താമസ സ്ഥലമായിരുന്നു അവർക്ക് വേണ്ടി നിർമ്മിച്ചത്. അടുത്തായി നശിപ്പിച്ച നിലയിലുള്ള ഒരു സരസ്വതി ക്ഷേത്രവും ചന്ദ്രശേഖര ക്ഷേത്രവുമുണ്ട്. സ്വർണ്ണ വ്യാപാരികളും വജ്രവ്യാപാരികളും പട്ടുവസ്ത്ര വ്യാപാരികളും കുതിര വിൽപ്പനക്കാരും നിറഞ്ഞ് ഒരു കാലത്ത് മഹാജനസഞ്ചയമായിരുന്ന ഹംപി ബസാറിലൂടെ മാതംഗമലയിലേക്ക്. ഇതാണ് മാതംഗമല. പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ അതിൻ്റെ മുകളിൽ എത്തിച്ചേരണം. ഇവിടെ എവിടെയോ ആണ് മുകളിലേക്കുള്ള വഴി തുടങ്ങുന്നത്. മാതംഗമലയുടെ വിശദമായ ഒരു മാപ്പ് ഇവിടെയുണ്ട്. എങ്ങനെ എളുപ്പവഴിയിൽ മുകളിലെത്താം എന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് ചുറ്റുമായി എന്തൊക്കെ നമുക്ക് കാണാനുണ്ടെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. മാതംഗമലയിലേക്കുള്ള വഴികാട്ടി. അങ്ങനെ മാതംഗമലയിലേക്കുള്ള വഴി കണ്ടുപിടിച്ചു. ഞാൻ കയറുന്ന ഈ വഴി പുരാതന ഹംപി ബസാറിൻ്റെ കിഴക്ക് ഭാഗം. ഇവിടെ നിന്നും തെക്കോട്ട് മാതംഗമലയിലേക്ക് പകുതി ദൂരം നീളമുള്ള ഒറ്റക്കൽ പാകിയ വിജയനഗര സാമ്രാജ്യത്തോളം പഴക്കമുള്ള പടവുകളിലൂടെ. കുറച്ച് നിരപ്പായ വഴി, അതിനുശേഷം പടികൾ കാണുന്നുണ്ട്. ഈ കൽമണ്ഡപം കണ്ടോ? മാതംഗമലയിലെ ക്ഷേത്രത്തിലേക്ക് പോകുന്നവർക്കോ മടങ്ങി വരുന്നവർക്കോ വിശ്രമിക്കാൻ നിർമ്മിച്ചതായിരിക്കും. ഇവിടെയും ഒരു കാളയുടെ രൂപം തകർത്തത് കാണാം. നമ്മളിപ്പോൾ കണ്ട കൽമണ്ഡപത്തിനടുത്തു നിന്നുമാണ് ഈ കൽപ്പടവുകൾ തുടങ്ങുന്നത്. സാധാരണയായി സഞ്ചാരികൾ മാതംഗമലയിൽ വരുന്നത് അതിരാവിലെ സൂര്യോദയം ആസ്വദിക്കുവാനും വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമനം ആസ്വദിക്കുവാനുമാണ്. ഒരു വലിയ ജനക്കൂട്ടം തന്നെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. കയ്യിലൊരു ടോർച്ചും ഒരു കുപ്പി വെള്ളവുമായി മല കയറാൻ 40-45 മിനിറ്റ് വേണ്ടി വരുമെന്ന് അറിയുന്നു. ഏകദേശം 726 അടി ഉയരമുള്ള മല, 600 പടികൾ കയറണം. ഭീമാകാരമായ പാറക്കെട്ടുകളുള്ള മല, രാമായണത്തിലെ പുണ്യഭൂമി. ഹംപിയുടെ പ്രകൃതി ഒരുക്കിയ പ്രതിരോധമായിരുന്നു മാതംഗമലയും ചുറ്റുപാടുള്ള മറ്റ് മലകളും. അതുകൊണ്ട് തന്നെ സംഗമ സഹോദരന്മാർ ഹരിഹര ബുക്കരായർ ഇവിടെ ആസ്ഥാനമാക്കിയത്. മുകളിലേക്കുള്ള വഴി തെറ്റാതെ ഇരിക്കാൻ വലിയ പാറകളിൽ വെള്ള പെയിൻറ് കൊണ്ട് അടയാളപ്പെടുത്തി എഴുതിയിരിക്കുന്നു. എൻ്റെ ശ്വാസത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. സത്യമായിട്ടും കിതയ്ക്കുന്നു. ഞാൻ പുറപ്പെടുമ്പോൾ മൂടിക്കെട്ടിയ കാലാവസ്ഥയായിരുന്നു.
ഒരു കുപ്പി വെള്ളം കയ്യിൽ കരുതാൻ സാധിച്ചില്ല. വരുന്ന വഴിയിൽ കടകളൊന്നും കണ്ടില്ല. അതാണ് പ്രധാന കാരണം. മാതംഗ മലയെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം രാമായണത്തിലുള്ളതാണ്. ഈ മലമുകളിലായിരുന്നു മാതംഗ മഹർഷി താമസിച്ചിരുന്നത്, തപസ്സു ചെയ്തിരുന്നത്. വാനര രാജാവും അല്പം ദുഷ്ടത്തരവും ഉണ്ടായിരുന്ന ബാലി ദുന്ദുഭി എന്ന അസുരനെ കൊന്ന് ഈ മലയിലേക്ക് വലിച്ചെറിയുന്നു. കോപാകുലനായ മാതംഗ മഹർഷി ബാലിയെ ശപിക്കുന്നു. മാതംഗമലയിൽ ബാലി പ്രവേശിച്ചാൽ മരണമടയും എന്നായിരുന്നു ആ ശാപം. ഇതിൽ നിന്നുമാണ് ബാലികേറാമല എന്ന പ്രയോഗം തന്നെ ഉണ്ടായത്. പിന്നീട് ബാലിയിൽ നിന്നും രക്ഷപ്പെടാൻ സുഗ്രീവൻ താമസിച്ചിരുന്നത് ഈ മലമുകളിലാണ്. കൃത്യമായ വർഷം കണക്കാക്കാൻ സാധിക്കാത്ത അത്രയും വർഷങ്ങൾ പഴയ കൽപ്പടവുകൾ. ചിലത് നീളമുള്ള ഒറ്റക്കൽ പടവുകൾ. ചില കല്ലുകളുടെ ചരിവിനനുസരിച്ച് നമ്മൾ കാല് വെച്ച് വീഴാതെ കയറുക. പടവുകൾ ഇവിടെ അവസാനിക്കുകയാണ്. വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കിയതാ. ഒറ്റയ്ക്കാണ് കയറി വന്നത്. മുമ്പിലും പുറകിലും ആരുമില്ല. സമയം ഉച്ചയ്ക്ക് 1:40. മുകളിലേക്ക് നോക്കിയപ്പോൾ ഉണ്ടായ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കാം. ഇതുവരെ വിശപ്പ് തോന്നിയില്ല. ബാലികേറാമലയിൽ ഞാൻ കയറുന്നത് കാണണോ? കുറച്ചു ദൂരം വലിയ പാറയിടുക്കുകളിൽ കല്ലുകൾ നിരത്തി ഉണ്ടാക്കിയ പടവുകളിലൂടെ. മാതംഗമലയിൽ കയറാൻ പ്രത്യേക നിയന്ത്രണങ്ങളൊന്നുമില്ല. പ്രവേശന പാസുമില്ല. നമ്മുടെ സ്വന്തം റിസ്ക്. പാറക്കെട്ടുകളിൽ വീണാൽ രക്ഷപ്പെടുത്താൻ സാധിക്കാത്ത വിധത്തിൽ താഴ്ചയിലേക്ക്, പാറയിടുക്കുകളിലേക്ക്. ധൈര്യമുള്ളവർ മാത്രം മല കയറുക. സഹായത്തിന് ആരും ഉണ്ടാകുകയില്ല എന്ന ഓർമ്മയോടെ. ഇനി ഈ വലിയ കല്ലുകളിൽ കൊത്തിയുണ്ടാക്കിയ പടവുകളിലൂടെ. ശക്തമായ കാറ്റ്. മഴ പെയ്യുമോ? ഇവിടെ നിന്നും താഴേക്ക് നോക്കിയാൽ ഹേമകൂടമല, വിരൂപാക്ഷ ക്ഷേത്രം, ഹംപി ബസാർ. പകുതി ദൂരം കയറി. വിശ്രമിക്കാനുള്ളതായിരിക്കും ഈ കൽമണ്ഡപം. വലിയ ഉരുളൻ പാറകളുടെ ഇടയിലൂടെ മുകളിലേക്ക്. പാറയുടെ അരികിൽ വെളുത്ത വര. അതിനപ്പുറത്തേക്ക് പോയാൽ പെറുക്കിയെടുക്കാൻ പോലും കിട്ടില്ല. പാറകളുടെ ഇടയിലുള്ള വിള്ളലുകൾ നല്ല താഴ്ചയിലേക്കുള്ളതാണ്. ഇവിടെ എത്തിയപ്പോൾ ശരിക്കും ഞാനൊന്ന് പേടിച്ചു. കാറ്റിന് ശക്തി അത്രയ്ക്കുണ്ടായിരുന്നു. ദൂരെ തുംഗഭദ്ര നദി കണ്ടോ?
തൊട്ടടുത്തൊരു വഴി കാണുന്നുണ്ട്. കുറേ കൽമണ്ഡപങ്ങളും ഒരു പ്രവേശന കവാടവും. തകർന്ന ഗോപുരം. അച്യുതരായ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം. ഒരു കല്ലുവാതിൽ പാറയിടുക്കുകൾക്ക് മുമ്പിൽ ഗുഹ പോലെയുണ്ട്. നടന്ന് കിതച്ച് മാതംഗമലയുടെ മുകളിലെത്തി. ഭയങ്കര കാറ്റ്, ഏത് നിമിഷവും മഴ പെയ്യും. വിചാരിച്ച പോലെയല്ല, ഇവിടെ കട്ടിളയും മേൽക്കൂരയും മണ്ഡപവും എല്ലാം കല്ലിൽ കൊത്തി ഉണ്ടാക്കിയത്. കാറ്റും മഴയൊന്നും ഒരു പ്രശ്നമേ അല്ല. മാതംഗമലയുടെ മുകളിലുള്ള ഈ വീരഭദ്രക്ഷേത്രം വളരെ വിശേഷമുള്ളത് എന്ന് പറയുന്നു. വടക്കു ദർശനമുള്ള ഈ ക്ഷേത്രം മാതംഗ വീരേശ്വര ക്ഷേത്രമെന്നും മാതംഗ ദേവക്ഷേത്രമെന്നും അറിയപ്പെടുന്നു. 5 അടി ഉയരമുള്ള വീരഭദ്ര പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. വടക്ക് ഭാഗത്തുകൂടെ തുംഗഭദ്ര നദി ഒഴുകുന്നു. അമ്പും വില്ലും വാളും പരിചയമാണ് പ്രതിഷ്ഠയുടെ 4 കൈകളിൽ. 1532 അച്യുതരായരുടെ കാലത്ത് നിർമ്മിച്ചത് എന്ന് ശിലാലിഖിതങ്ങളിൽ ഉള്ളതായി പറയുന്നു. കൽമണ്ഡപങ്ങൾ മാത്രമുള്ള മാതംഗമല. താഴെ ദൂരെയായി അച്യുതരായ ക്ഷേത്രം. ഇതും പ്രതിഷ്ഠകൾ മോഷ്ടിക്കപ്പെട്ട, ഗോപുരങ്ങൾ തകർക്കപ്പെട്ട ക്ഷേത്രം. താഴെ ഇറങ്ങിയിട്ട് അവിടെ പോയി കാണാം. തമിഴ്നാട്ടിലെ ചില ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്ന ഒരു ആചാരം ഇവിടെയും. ഇതാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരാനുള്ള യഥാർത്ഥ വഴി. അച്യുതരായ ക്ഷേത്രത്തിൽ വന്നിട്ട് അവിടെ നിന്നും മാതംഗമലയിലേക്ക് അല്പം ദൂരെ കൂടുതലാണ്. ഈ കാണുന്ന വാതിലിലൂടെയാണ് ശ്രീകോവിലേക്ക് പ്രവേശിച്ചത്. വീരഭദ്ര ക്ഷേത്രത്തിൻ്റെ ഗോപുരം. പത്ത് മിനിറ്റോളം മഴ പെയ്തു. വന്ന വഴിയെ തിരികെ പോകുന്നതാണ് എളുപ്പം. പക്ഷേ നല്ലപോലെ സൂക്ഷിക്കണം. ഇറങ്ങുമ്പോൾ ആദ്യം കുറേ ഭാഗം ഉരുളൻ പാറകൾ നനഞ്ഞു കിടക്കുന്നു. ഒറ്റയ്ക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ സ്വയം സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. കയറി വരുന്ന പോലെ എളുപ്പമല്ല തിരികെ ഇറങ്ങുന്നത്. ശരിക്കും ഇപ്പോഴാണ് സന്തോഷമായത് കേട്ടോ. തിരിച്ചിറങ്ങുമ്പോൾ പേടിച്ചാണ് ഓരോ കല്ലിൻ്റെ മുകളിൽ കാല് വെച്ചത്. ഇടയ്ക്ക് മഴയും കൂടെ പെയ്തപ്പോൾ കരിങ്കല്ലിൻ്റെ മുകളിൽ 1-2 ഇടത്ത് തെന്നി. എല്ലാ ദൈവത്തിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ കയറിപ്പോയത്. അതുകൊണ്ട് അവരെന്നെ സേഫായിട്ട് ഇവിടെ വരെ കൊണ്ട് എത്തിച്ചു. ഇപ്പോൾ ഉണ്ടായ സന്തോഷത്തിൻ്റെ കാര്യം, ഞാൻ കയറിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ചെറിയ കൽമണ്ഡപം എന്ന് വെച്ചാൽ ഇനി പടികൾ കയറുന്ന ദൂരം അല്ലെ ഇറങ്ങുന്ന ദൂരം ഇവിടെ കൊണ്ട് തീർന്നിരിക്കുകയാണ്. ഇനി നിരന്ന സ്ഥലമാണ് ഇവിടെ താഴോട്ട്. ഈ കൽമണ്ഡപത്തിൻ്റെ മേൽക്കൂര കണ്ടോ, എല്ലാ ഭാഗവും കരിങ്കൽ പാളികളാണ്. ഏകദേശം 1.5 അടി വീതിയും 10 അടിയോളം നീളവും ഉള്ള കരിങ്കൽ പാളികളാണ് മേൽക്കൂരയായിട്ടും അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ JCB ഒന്നും ഇല്ലാത്ത ഒരു കാലത്ത് ഇത്രയും ഉയരത്തിൽ ഇത്രയും വലിയ കല്ലുകൾ ഉറപ്പിക്കാൻ എടുത്ത ആ ഒരു റിസ്ക് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഹംപി ബസാറിൽ നിന്നും അച്യുതരായ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം. അന്നത്തെ കാലത്തും ദീർഘദർശനം ഉള്ളവർ ഉണ്ടായിരുന്നു എന്നതിന് തെളിവ്. ഇത് വെറും ഒരു പ്രവേശന കവാടം മാത്രമല്ല. ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഉൽപ്പന്നങ്ങൾ മാത്രം വ്യാപാരം നടത്തിയിരുന്ന ഹംപി ബസാറിലേക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നേർക്കാഴ്ചയിൽ വിരൂപാക്ഷ ക്ഷേത്രം വരെയുള്ള കാഴ്ച ഏകദേശം 2 കിലോമീറ്റർ ദൂരം കാണാം. അങ്ങനെയെങ്കിൽ ഈ കവാടത്തിൻ്റെ 2 വശങ്ങളിലെയും മണ്ഡപങ്ങളിൽ സുരക്ഷാ ജീവനക്കാർ ഉണ്ടായിരുന്നിരിക്കും.
രാമായണത്തിലെ പ്രശസ്തമായ ഗന്ധമാദന മലയുടെയും മാതംഗ മലയുടെയും ഇടയിലുള്ള സമതലത്തിലാണ് അച്യുതരായ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ആയിരത്തി 534 കൃഷ്ണദേവരായർക്ക് ശേഷം വിജയനഗര ഭരണാധികാരിയായിരുന്ന അച്യുതദേവരായയാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകിയത്. വിജയനഗര സാമ്രാജ്യത്തിലെ ആകർഷകമായ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച അവസാനത്തെ ക്ഷേത്രം എന്ന ഖ്യാതി. തിരുവെങ്കലനാഥൻ എന്ന മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കാലാന്തരത്തിൽ ക്ഷേത്രം നിർമ്മിച്ച അച്യുത ദേവരായരുടെ ഓർമ്മയ്ക്കായി അച്യുതരായ ക്ഷേത്രമെന്ന് അറിയപ്പെട്ടു തുടങ്ങി. ഓരോ നിർമ്മിതികളും നശിപ്പിക്കപ്പെട്ട നിലയിൽ കാണുമ്പോൾ മനസ്താപം ഉണ്ടാകുന്നതായി ആർക്കിയോളജിക്കൽ വകുപ്പിലെ ഒരു ഗൈഡ് പറഞ്ഞു. കാരണം അവർ ദിവസവും ഇതെല്ലാം കാണുന്നു. ഒരു സഞ്ചാരിയോട് അല്ലെങ്കിൽ മറ്റൊരു സഞ്ചാരിയോട് ഈ ചരിത്രമെല്ലാം പറയുന്നു. ഈ കല്ല് ശ്രദ്ധിച്ചോ? കാഞ്ചീപുരത്തിലെ പല ക്ഷേത്രങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ഇങ്ങനത്തെ കല്ലുകൊണ്ടാണ്. ഹംപി ബസാറിൻ്റെ കിഴക്കേ അറ്റത്തുള്ള ഈ നന്ദിപ്രതിഷ്ഠയുടെ പേര് എഡുരു ബാസവണ്ണ. ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ഒരു നന്ദിശില്പം ഏറ്റവും വലിയ നന്ദിശില്പം എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ കണ്ട നന്ദിശില്പങ്ങളിൽ ഏറ്റവും വലുത് തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിലെ നന്ദിശില്പമാണ്. 500-ലധികം വർഷങ്ങളുടെ പഴക്കമുള്ള ഒറ്റക്കല്ലിൽ കൊത്തിയ ഈ നന്ദിശില്പത്തിന് പൂർണ്ണമായ ഭംഗിയില്ല. ഹംപിയിൽ നിന്നും ആനൈഗുന്തിയിലേക്ക് കിഷ്കിന്ധയുടെ ആസ്ഥാനത്തേക്ക് അടുത്ത വീഡിയോയിൽ
ഗുഡ് ബൈ.